അർക്കപ്പൊടി ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ, നമ്മുടെ ഈ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അർക്കപ്പൊടി ഉത്പാദിപ്പിക്കുന്നത് ചാലക്കുടിയിലാണ്. ഇവിടുന്ന് പോകുന്ന റബ്ബർ മുഴുവൻ അങ്ങോട്ടാണ് പോകുന്നത്, ആലുവ ചാലക്കുടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ തൃശ്ശൂരാണെന്നവരിൽ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രം അർക്കപ്പൊടി വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരാൾ ചാലക്കുടിയിൽ നിന്ന് വന്നിട്ട് ഗോഡൗൺ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പണ്ട് കഴിഞ്ഞ വർഷമൊക്കെ 250 രൂപ 300 രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ കാക്കാനോട് ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു, നമുക്കൊരു റംലത്താത്തായിക്ക് ഒരു 2 കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വേണം, അതിനെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഞാൻ സാധാരണ കാക്കാനോട് ചോദിച്ചപ്പോഴത്തേന്ന് പറഞ്ഞു, 2 ചാക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, എൻ്റെ ഇപ്പോൾ ഒരു 10 ചാക്കുണ്ട്, എത്ര വില? 350 രൂപ. അവർ വന്ന് ഓട്ടോറിക്ഷ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ താത്താനോട് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണ്ട, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അതാണ് ശരി. പുള്ളി ചാലക്കുടിക്കുന്നു, വണ്ടിക്ക് വേണ്ടി പുള്ളി വണ്ടി കൃഷി ചെയ്യാണ്. അപ്പം നമ്മൾ മാധ്യമം നമ്മൾ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ഇത് ജയിച്ചു, കൃഷിയിലേക്ക് വന്നില്ല. ഇനി വേറൊരു കെമിക്കൽ രീതിയുണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നമുക്ക് തിളപ്പിക്കാൻ പറ്റുകയില്ല, പിന്നെ അത് ബുദ്ധിമുട്ടാണ്. എളുപ്പ വഴി നമുക്ക് ഈ ശുദ്ധീകരിക്കണം, അതിനുള്ള മാർഗമാണ് പറയുന്നത്. അപ്പോൾ 100 ലിറ്റർ വെള്ളം അത് ഈ പറയുന്നത് പോലെ നമ്മൾ എടുത്തു, അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വൈക്കോൽ ഫുള്ളായിട്ട് എടുത്തു. ഫോർമാലിൻ എന്ന് പറയുന്ന സാധനം കേട്ടോ, ഫോർമാലിൻ ഒന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഫോർമാലിൻ ഉപയോഗിക്കുന്ന ഒരാൾ പറ, മീൻ കഴുകാൻ ഉപയോഗിക്കും. അല്ലല്ല, ഇത് ദ്രവിച്ചു പോയിരിക്കാൻ കോടിയോ അല്ലെങ്കിൽ മീനോ ഇറച്ചിയൊക്കെ കേടെന്ന് പോയിരിക്കാൻ അതേപോലെ തന്നെ ഗ്ലൈസിങ്ങിൽ അതേ സ്റ്റാൻഡേർഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതെ വൻ വിഷമാണ്, വൻ വിഷമാണ്. അത്ര അറിഞ്ഞാൽ മതി. രോഗം മുഴുവൻ ഫോർമാലിൻ നമ്മുടെ ബോഡി തന്നെ സൂക്ഷിക്കുന്നത്, മറ്റു കഴിഞ്ഞാൽ ബോഡി സൂക്ഷിക്കുന്നതിന് ഈ പറയുന്ന ഇതാണ്, അതാണ് ഫോർമാലിൻ. ഫോർമാലിൻ 100 ലിറ്റർ വെള്ളത്തിൽ 50 മുതൽ 75 ml വരെ എടുക്കുന്നു. പിന്നെ ബാവസ്റ്റിൻ എന്ന് പറയുന്ന ഒരു, ബാവസ്റ്റിനെ കുറിച്ച് അറിയാം, ഉപയോഗിക്കുന്ന സാധനം അത് നമുക്ക് പിന്നെ ഈ കടയിൽ കിട്ടും, ഇവിടെ കിട്ടും. അപ്പോൾ ബാവസ്റ്റിൻ ഒരു 7 ഗ്രാം മുതൽ 10 ഗ്രാം വരെ ബാവസ്റ്റിനും 50 ml മുതൽ 75 ml വരെ ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ പറയുന്ന 100 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് വയ്ക്കും തലേ ദിവസം. അപ്പോൾ വയ്ക്കൽ അതിനകത്തുണ്ട്, ഒഴിച്ച് വെച്ച് നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്നത് പോലെ 15 മണി ഫോർമാലിൻ ML എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 100 ml എന്ന് പറയുന്നത് ഇത്രയും മാക്സിമം ഉണ്ടാവും. മറ്റേത് ബാവസ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ വളം വിൽക്കുന്ന കടയിൽ അല്ല, വളം ഇതൊക്കെ ബാവസ്റ്റിൻ കിട്ടും. ബാവസ്റ്റിൻ പല കമ്പനിയുടെ ഉണ്ട്. ബാവസ്റ്റിൻ എന്ന് പറഞ്ഞാൽ മതി, ഒരു അത് വേറെ പേരിലാണ് വ്യത്യാസം. അതൊക്കെ എല്ലാ കണ്ടൻസും ഒന്ന് തന്നെയാണ്. അത് 7 ഗ്രാം മുതൽ 10 ഗ്രാം വരെ, അത് 100 ml പാക്കറ്റ് വരും. ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിനകത്ത് മിക്സ് ചെയ്ത് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഒഴിച്ച് അടച്ചു വെക്കും. എന്താണ് മിക്സ് ചെയ്യുന്നത്? ഈ ഫോർമാലിൻ ഫോർമാലിനുമാണ്. അതായത് 50 ഗ്രാം മുതൽ 50 ml ഫോർമാലിനും 7 മുതൽ 10 ഗ്രാം വരെ ബാവസ്റ്റിൻ പൊടിയാണ്. ഫോർമാലിൻ എന്ന് പറയുന്നത് ലിക്വിഡാണ്. അതെ, ഇത് രണ്ടും കൂടി ചെയ്തിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിന് ഈ പറയുന്ന പോലെ പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട, ശുദ്ധിയായി. പക്ഷെ അത് ഹെൽത്തിയാണോ ഈ ഇതിലുണ്ടാവുന്ന മഷ്റൂം? വലിയ പോയിസണല്ലേ? അപ്പം അത് ഇത് നമ്മൾ ഈ കീടനാശിനിയൊക്കെ ചെടികൾ മറ്റേ മരത്തിന് പഴങ്ങളിൽ ഉപയോഗിക്കണ പോലെ ഹെൽത്ത് പ്രോബ്ലം വരും. അതായത് ഈ നമ്മള് ഇപ്പൊ ഈ ഇതിനകത്ത് പിന്നെ ഈ പൂൺ വിൽക്കുന്നതിൻ്റെ ഒരു പരസ്യം ശുദ്ധമായ രീതിയിൽ കെമിക്കൽ ഉപയോഗിക്കാതെ ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ ചെയ്തതാണ്? കൊമേഴ്സ്യലാണ്, മറ്റേ എന്താണ് പറയുക, ഓർഗാനിക്
അല്ല അല്ല. അപ്പം 2 രീതിയിൽ, അതായത് ഹൈ ലെവലിൽ നമ്മൾ പൂൺ കൃഷി ചെയ്യുമ്പോൾ ഈ പറയുന്ന കെമിക്കൽ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം 1000 ബഡ് വരെ ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ തിളപ്പിച്ച് ഇതൊന്നും ചെയ്ത് നടക്കുകയില്ല. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് അല്ല. അതിങ്ങനെ ലോകം മുഴുവൻ അതാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് അതിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും? പറയാമോ? എന്ത് കഴിക്കാൻ പറ്റും? എന്ത് കഴിക്കാൻ പറ്റും? പപ്പായ കഴിക്കാം, പപ്പായ കഴിക്കാം, ചക്ക മാങ്ങ കഴിക്കാം അല്ലേ? പക്ഷേ ഈ വക സാധനങ്ങളും അതുപോലും ഇല്ലാതെ ശുദ്ധമായിട്ട് എങ്ങനെ കഴിക്കാം? നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കണം പപ്പായ. നല്ല പപ്പായ കൃഷി നടക്കുന്ന കർണാടകയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അവിടെ എന്താ നടക്കുന്നത്? ഇല്ലേ? അപ്പോ 99% കാര്യങ്ങളും ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടല്ലാതെ ഒന്നും നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ വാഴ, ഇപ്പൊ ഞാൻ വാഴ കൃഷി ചെയ്യുന്നുണ്ട്. 15 കിലോ മുതൽ മാക്സിമം 10 കിലോ വരെ. പക്ഷെ 30 കിലോ 40 കിലോ വരെ വരുന്ന വാഴ ഇവിടെ വരുന്നുണ്ട്. എവിടുന്ന് വരുന്ന? അത് കൃഷി ചെയ്യുന്ന സ്ഥലം പോയി കണ്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. അതായത് ഞാൻ പഠിക്കാൻ വേണ്ടി പോയതാ. നമുക്ക് ക്ലാസ് നമുക്ക് ഈ ടൈറ്റിലനുസരിച്ച് നമുക്കിങ്ങനെ കൊണ്ടുപോകാം. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ചുണ്ടില്ലേ, ചുണ്ട് പൊട്ടിച്ചു. ചുണ്ട് വന്ന ഉടനെ പൊട്ടിച്ചു കഴിഞ്ഞ ഉടനെ ഒരു ആള് ചുണ്ടിൻ്റെ അവിടേക്ക് സ്പ്രേ ചെയ്യുകയാണ്. എന്തെങ്കിലും സ്പ്രേ ചെയ്തു, മൊത്തം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങ് പൊട്ടിച്ച് ഇത് വെച്ചു. എന്താ സാധനം? അതാണ് നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിനും 10 കിലോ നേന്ത്രവാഴ വരേണ്ടത് 20 കിലോ അടിപ്പടലും മോൾപ്പടലും ഒക്കെ ഒരേ കനം വരും. അങ്ങനെയാണ് ഈ ലോകത്തിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും കഴിയുന്നിടത്തോളം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉത്പാദിപ്പിച്ചത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അതിലേക്ക് ഞാൻ വരിക. ഇവിടെ പെരിന്തൽമണ്ണയിലെ ഒരു 30 കൊല്ലം മുന്നേ ഉള്ള അന്തരീക്ഷമാണോ പെരിന്തൽമണ്ണയിലെ? അല്ലേ? മൗലാന എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടില് കശുവണ്ടി എൻ്റെ അമ്മാവിൻ്റെ കൂടെ റോഡ് കയറ്റാൻ പോയിട്ടുണ്ട്. ആ സ്ഥലത്താണ് ഇപ്പോ അൻഷിമയോ ഞാൻ ഈ പറയുന്ന അകച്ചവടിയാണ്. ഞാൻ ടൗണിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തവളെ പിടിക്കാൻ പോയ സ്ഥലമാണ് അൻഷിഫ ചെറുപ്പത്തില്. എന്തുകൊണ്ടാണ് വരുന്നത്? ഫാസ്റ്റ് ഫുഡ്. ഇപ്പോഴത്തെ ഫുഡ് ഇപ്പം ഞാൻ എന്നെ ഇത് പറയില്ല. ഞാൻ മെഡിക്കൽ ഇത് കുറച്ച് പഠിച്ചത് കൊണ്ട് ഞാൻ എന്ത് വന്നു കഴിഞ്ഞാലും ശരി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാനത് രാമാസ് ഡോക്ടറോട് പറഞ്ഞു. നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ക്ലാസ്സിനോടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാമാസ് ഡോക്ടറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് അലോപ്പതി മെഡിക്കൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അലോപ്പതി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആഹാരം കഴിച്ചിട്ട്, നമ്മുടെ വീട്ടിലെ ആഹാരം കഴിച്ചിട്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ മാനത്തുമംഗലത്തെ ജംഗ്ഷന്റെ പേരെന്താണെന്നറിയാമോ? ഭാവി വരാൻ പോകുന്ന തീറ്റമുക്ക്. ഇപ്പൊ അത് ഇംഗ്ലീഷ് തീറ്റമുക്ക് മാറി. അത് മോശം വേണം അത്ര. ഫുഡങ്ങാടി. അതെ. അപ്പൊ നിങ്ങള് ഇപ്പൊ ഈ പറയുന്ന കൂൺ കൃഷി പഠിച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ചെയ്ത് ഈ കൂണ് നിങ്ങൾ കഴിച്ചോളൂ. ഞാൻ 3 മാസം ശ്രദ്ധിച്ചു കേട്ടോ. ഈ 3 മാസം ഞാൻ ലാപ്ടോപ്പ് ടെക്നീഷ്യനാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് 92 കൊളസ്ട്രോൾ കണ്ടു. കൊളസ്ട്രോൾ അറിയാമല്ലോ, 92. അപ്പം ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ ഇത് കഴിക്കുകയല്ല. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൂൺ ഞാൻ തന്നെ ഉത്പാദിപ്പിച്ച് ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഘടകങ്ങൾ മാറ്റി വെച്ച്
കൂണ് തന്നെ ഞാൻ 3 മാസം എല്ലാ ദിവസവും കഴിച്ചിട്ട് ആദ്യം പരിശോധിക്കാൻ എനിക്ക് പൈസ കൊടുക്കണ്ട, ആദ്യം പരിശോധിച്ചു. പിന്നെ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് കൂണ് തന്നെ പിന്നെ കൂടുതലും എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ 3 മാസം കഴിഞ്ഞ് പരിശോധിച്ചു. 18, 20 ഇത് എനിക്ക് കുറഞ്ഞു കൂണൊക്കെ. അപ്പൊ അതാണ് ഈ കൂണെന്ന് പറയുന്നത്, ഒരു ജൈവിക ഭക്ഷണമാണ്. അത് നമ്മൾ സ്വന്തം ജൈവ രീതിയിൽ ഉത്പാദിപ്പിച്ച് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതേപോലെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എന്തൊക്കെ ആഹാരത്തിൽ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യുകയും സ്വന്തമായിട്ട് നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അലോപ്പതി മെഡിസിനിൽ പോകേണ്ടി വരില്ല. പാടില്ലെന്നില്ല, കുഴപ്പമില്ല. അപ്പൊ അതിലേക്ക് ഞാൻ വിഷമാണോ നിങ്ങൾ ഉപയോഗിക്കണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ 2 രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഒന്ന് ജൈവ രീതി, രണ്ടാമത് കെമിക്കൽ രീതി. ഈ കെമിക്കൽ രീതി നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് കിട്ടില്ല. പക്ഷേ വിപണിയിലെത്തിക്കാൻ സാധിക്കില്ല. അതെ. അപ്പൊ അതുകൊണ്ട് അത്ര അങ്ങോട്ട് വലിയൊരു ഡീപ്പായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും നടക്കുകയില്ല, അല്ലേ? പിന്നെ ഇപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യത്തിൽ ഇതേപോലെ ചോദിക്കണം, ഇതേപോലെ നിങ്ങൾ ഉത്തരം പറയണം, ഇതേപോലെ നമ്മൾ ചിരിച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് വേണം ഈ ക്ലാസ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഇത് പൂർണ്ണമാകുള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ നേരം പിന്നീട് ഞാൻ എല്ലാ സംശയങ്ങൾക്കും പിന്നീട് ഞാൻ തരും. പ്രാക്ടിക്കും ഇതെല്ലാം ഉണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഇദ്ദേഹം ചോദിച്ചത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളത് ശരിയാണ്. പക്ഷെ അത്രയും നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് അങ്ങോട്ട് വന്നോണമെന്നില്ല, വരികയില്ല. പക്ഷെ ഈ പറയുന്ന പിന്നെ വെള്ളം തിളപ്പിച്ച് മാറ്റി ഇതൊക്കെ പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയല്ലേ. അല്ലാതെ നമ്മൾ ഈ കർണാടകക്കാരും തമിഴ്നാടന്മാരും ഈ നേന്ത്രവാഴ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് കെട്ടി അതങ്ങോട്ട് വലിപ്പിച്ച് വണ്ണം വെപ്പിക്കുകയല്ല. അതുകൊണ്ട് അത്രയും ദോഷമൊന്നുമില്ല. ഉറക്കെ പറ. ആയിക്കോട്ടെ, അങ്ങനെ പലരും പറയും. പക്ഷെ ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 10 കിലോ വരുന്നതിന് 20 കിലോ വരും. അത്രേ ഉള്ളൂ. പെട്ടെന്ന് നോക്കാനൊന്നും അല്ല, വണ്ണം വയ്ക്കുക. അവര് പറയുന്നത് എന്താണെന്നറിയോ, മാങ്ങ പഴുത്തിന് നല്ല കളറ് വരാനേ പൊടിയിട്ടിട്ട് റൂമിലിട്ട് കിടക്കും. അത് പഴുക്കുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് തോന്നുന്നത്. ഇപ്പൊ വേറെ മെത്തേഡ്, അതിനേക്കാളും വിഷമുള്ള പരിപാടി. അപ്പോ അതായത് നമ്മൾ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാവൂ ഉണ്ടാക്കിയിട്ട്. പുറത്ത് പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട. പുറത്ത് പോയി കഴിക്കാതെ നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കും. ഇവിടെ ഇപ്പോൾ ഷുഗറുള്ളവർ എത്ര പേരുണ്ട്? ഞാൻ ചെറിയൊരു ഇതൊക്കെ പറഞ്ഞുതരാം, അല്ലേ? ഇന്ന് രാവിലെ ഞാൻ ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് അറിയുന്ന ചില കാര്യങ്ങളും കൂടി അന്നേരം പറയുക. ഇന്നിപ്പോൾ രാവിലെ ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു ഫ്ലാസ്കിനകത്ത് വെള്ളം ഇപ്പോൾ ആ വെള്ളത്തിനകത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാം? ഞാൻ ചെയ്യുന്ന അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുക, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആ ഇഞ്ചി നമ്മുടെ വായിലേക്ക് ഇട്ടിട്ട് 2 കടി കൊടുക്കുക. അല്ലാതെ മറ്റേ പുറത്ത് വെച്ചിട്ട് ഇത് ചെയ്യണ്ട. എന്നിട്ട് അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുക. 2 വെളുത്തുള്ളി അത് നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ചെയ്തതിന് ശേഷം ഇപ്പുറത്ത് ഇടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കിട്ടി. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുക. ഇത് നമ്മൾ തുപ്പിക്കളയുന്നില്ല. അത് നമ്മള് സലൈവ എന്ന് പറയുന്നത് എന്താ? സലൈവ എന്ന് പറയുന്ന ഉമിനീര് നമുക്കില്ലെന്ന് ഒരു നടക്കുകയില്ല. അപ്പോ വെള്ളത്തിലിട്ടു. പിന്നെ കുറെ ഇലകളുണ്ട്. ഈ ഇലകളൊക്കെ പറിച്ചിട്ട് ഇലകൾ കേൾക്കണോ? അതായത് തഴുതാമയുടെ ഇല, പേരയില, പേരയുടെ കിഴുന്നല, പിന്നെ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ
കറിവേപ്പിലില്ല ദോഷമില്ല. ഒരു പഴയ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു വൈദ്യരല്ല ഒരു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, അല്ല ഈ ഇല നമുക്ക് കഴിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളിങ്ങനെ ഇല പറിക്കാൻ പോകുമ്പോഴത്തേക്കിന് ഏതൊക്കെ ഒഴിവാക്കണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ, നിങ്ങൾ ദൈവം തന്ന ഭൂമിയിലുള്ള സാധനങ്ങളൊന്നും ഒഴിവാക്കണ്ട, അതിന് ഒരു വശത്തല്ലെന്നൊരു ഒരു രീതിയിലല്ലെന്നൊരു വേറൊരു വശത്ത് അതിന് ഉപകാരം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രകൃതി നമുക്ക് തരുന്ന ഭക്ഷണങ്ങൾ. ഇപ്പം പണ്ടൊക്കെ ഈ നാട്ടിലെ ആൾക്കാരൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും നാട്ടിലെ ആൾക്കാർ പുറത്തൊന്നും ഭക്ഷണം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്. കഴിക്കുന്നില്ല, അവർക്കൊരു അസുഖമില്ല. ഇപ്പോഴാണ് അസുഖം വരാൻ തുടങ്ങി. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൃത്യം ഉറപ്പാണ്. നമുക്ക് അവിടെ എവിടേക്ക് വരാം. നമ്മൾ എവിടെയാണ് നിർത്തിയത്? കൃഷിയുടെ ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ എത്തി? നമ്മൾ കെമിക്കൽ രീതിയിൽ ശുദ്ധീകരിച്ചില്ലേ? ആവശ്യത്തിനും ഇത്ര വീതം എടുത്തു, നമ്മൾ ദിവസം എടുത്തു, ശുദ്ധിയാക്കി. പിന്നെ നമ്മൾ ഇപ്പൊ നമ്മുടെ ഉണങ്ങാനിട്ട് ഉണങ്ങിയോ? വെള്ളത്തിൽ കലക്കി അത് നമ്മൾ ഈ പറയുന്നത് പോലെ പുറത്തെടുത്ത് നമ്മൾ 15 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ 15 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെ ഈ കെമിക്കൽ രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മളിട്ടു. ദിവസം രാവിലെ അത് സമയം രാവിലെ ഇടുകയാണെങ്കിൽ വൈകുന്നേരം, അല്ലെങ്കിൽ രാത്രി ഇടുകയാണെങ്കിൽ രാവിലെ നമ്മൾ പുറത്തേക്ക് ഇട്ടു. പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ 40% മുതൽ വെള്ളം വാർന്നെടുക്കുന്നു. ഈ വാർന്നെടുക്കുന്നതും ശുദ്ധിയുള്ള സ്ഥലത്ത് ഇട്ട് എടുത്തു. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ നമുക്ക് ഇതായില്ലേ, നമുക്ക് എന്തൊക്കെയായി? ശുദ്ധീകരിച്ച മാധ്യമം കിട്ടി, പിന്നെന്ത് കിട്ടി? വിത്ത് കിട്ടി. ഇനി വേണ്ടത് നമുക്ക് വായിക്കാൻ എന്താ ഹാജർ? കവർ വേണം അല്ലേ? റബ്ബർ ബാൻഡ് വേണം അല്ലേ? റബ്ബർ ബാൻഡ് കൊടുത്തിട്ടോ. അപ്പോൾ കവറുണ്ട്, റബ്ബർ ബാൻഡ് ഉണ്ട്. അപ്പൊ ഇതാരെങ്കിലും കണ്ടുണ്ടോ? അതിനകത്ത് മലയാളത്തിൽ അതെ അല്ലേ? അപ്പൊ ഈ ഇതോ ഇതിന് കാൽസ്യം കാർബണേറ്റ് എന്നാണ് കേട്ടോ. അപ്പൊ ചുണ്ണാമ്പാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധീകരിച്ചെടുത്തിട്ട് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് വരുന്നതാണ് കാൽസ്യം കാർബണേറ്റ്. ഈ കാൽസ്യം കാർബണേറ്റ് പണ്ടൊന്നും, അല്ലെങ്കിൽ എല്ലാ കൃഷിക്കാരും ഇപ്പം ചെയ്യണമെന്നില്ല, പക്ഷെ ശുദ്ധീകരിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും ചെറിയ അപാകത ഇനിയും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും കൂടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്വല്പം കാൽസ്യം കാർബണേറ്റും കൂടി നമ്മൾ ഈ പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കവർ കിട്ടി. ഇത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വലിയ കവറാണ് കേട്ടോ. ഈ കവറ് വലുതോ ചെറുതോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനേ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെയാ വിളിക്കേണ്ടത്? ആദ്യത്താത്ത തന്നെ വരണ്ട. കാരണം ആരെങ്കിലും പറയട്ടെ, ആദ്യത്താത്ത അല്ലാതെ വേറെ അത് ചെയ്തിട്ട് കാണിച്ചോളൂ. കവർ തന്നു. ഇനി എന്താ വേണ്ടേ? എന്താ വേണമെന്ന് പറഞ്ഞല്ലോ? കഴിച്ച വേണം വേണ്ടേ? ഞാൻ അതിന് വൈക്കോൽ കൊടുക്കുന്നു. വൈക്കോൽ വേണം, വൈക്കോൽ വേണം.
വിത്തിട്ട് വളർന്നു കഴിഞ്ഞത് നിങ്ങളൊന്ന് കണ്ടോളൂ. ദിവസം 20 ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ വരിക. ഇതേപോലെ വരിക. കൃഷി ചെയ്യുന്ന ആള് വൻ വിജയത്തോടു കൂടി 1 പാക്കറ്റ് ആണെങ്കിലും 2 പാക്കറ്റ് ആണെങ്കിലും 100 പാക്കറ്റ് ആണെങ്കിലും വൻ രീതിയിൽ കൃഷി ചെയ്ത് ഫോട്ടോ കാണിച്ചു കൊടുക്കണം. നമുക്ക് റസിയയിൽ നിന്ന് പഠിക്കാറുണ്ട്. റസിയ ആൾക്കാരൊക്കെ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെന്ന് കാണിച്ചു തരാം. പട്ടൻ പ്രശ്നം കേട്ടോ. പട്ടൻ ഇവിടെ ഉണ്ടാകുന്നതല്ല. അതായത് ഇപ്പൊ ഒരു ആള് ചോദിച്ചത് ഭൂമിയിലുണ്ടാകുന്ന കൂണ് അത് പറിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വേരടക്കം ഇങ്ങനെ പറിച്ചു പോകുന്നുണ്ട്. വേരടക്കം പറിക്കരുത്, ആ വേരവിടെ നിന്നോട്ട്, അത് നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമോ എന്നാണ് ചോദ്യം. സാധാ കൂണ്, അതായത് ഈ ഫംഗസ്, ഒരു ഫംഗസ് എന്ന് പറയുന്നതാണ്. ഫംഗസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആ ഫംഗസ് ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോഴാണ് ഈ കൂണ് ഭൂമിയിൽ മുളയ്ക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ സ്പോർ എന്ന് പറയുന്നത്. ആ സ്പോറ് അത് ശരിക്ക് നമ്മുടെ പ്രകൃതിയിലും ലോകത്തിലും ഏത് ജീവജാലങ്ങളിലും വൃക്ഷങ്ങളിലും ആണും പെണ്ണും ചേർന്ന് സ്പോറുകൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ കൂണ് ഭൂമിയിൽ മുളച്ചു വരുന്നത്. അത് ഏത് സ്ഥലത്താണ് നമ്മൾ പിന്നെ കൂണ് മുളയ്ക്കുന്നത് കണ്ടിട്ടുള്ളത്? നടു റോഡിൽ, വാഹനങ്ങൾ ഓടുന്ന റോഡിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ, അതായത് കൂടുതൽ ആൾക്കാർ പ്രവേശിക്കാതെ, കൂടുതൽ ആൾക്കാരുടെ ഇത് വരാത്ത സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ, ആ സ്ഥലമെന്ന് പറയുന്നത് പിന്നെ വളക്കൂട് കൂടുതലുള്ള മണ്ണായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തല്ലാതെ ഈ കൂണ്, ഈ പ്രകൃതിയുടെ കൂണ് ഉണ്ടാവില്ല. അത് ഈ സ്പോറുകൾ തമ്മിൽ ഇടിവെട്ടുന്ന സമയത്ത് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് വരുന്ന ഇതാണ്. ആ തന്തുക്കൾ ഇതിട്ടാണ് ഈ ഭൂമിയിൽ കൂൺ ഉണ്ടാകുന്നത്. എല്ലായിടത്തും ഉണ്ടാകുക. സംശയം ചോദിച്ചേ, ഒറ്റ ദിവസം കൊണ്ടാണെന്ന് പറയും പ്രകൃതിമായ കൂടുണ്ടാകും. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇടിവെട്ടി ആളുണ്ടാവും. അതെന്തുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് അത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ എല്ലാത്തിനും സാഹചര്യം, സ്പോറുകൾ, അതായത് സ്പോർ എന്ന് പറയുന്ന ഈ ഫംഗസ് ഭൂമിയിലെല്ലാം ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി വരുന്ന സാഹചര്യം എന്തായിരിക്കും?
അത് റെഡിയായിരിക്കും. അതെ, ആ സാഹചര്യം ഇണങ്ങുന്ന സമയത്ത് ഉണ്ടാവും. അത് ഇപ്പം നമ്മൾ ഈ മാനുഷികമായ പിന്നെ ഈ പ്രകൃതിയുടെ ഇടചേരൽ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ വൃക്ഷങ്ങൾ എല്ലാത്തിനും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു കുടംപുളി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഒരു കുടംപുളിയുടെ തൈ മാത്രം നിങ്ങൾ പറമ്പി വെക്കുക. ആരങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുണ്ടാവില്ല. അതെ, രണ്ടും കൂടി ഉള്ളത് ഇറങ്ങിയിപ്പോ മാർക്കറ്റിൽ എന്തോ രണ്ടും കൂടി യോജിച്ച് ലെയർ അതെ അതെ അത് ലെയർ ചെയ്തിട്ട് അതുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതെ ഇതൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ചില കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഭൂമിയിൽ സൃഷ്ടിക്കുകയാണ് ദൈവം. അപ്പോഴാണ് പ്രകൃതിയിൽ നമുക്ക് എല്ലാം കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് വിശദീകരിക്കാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ. നമ്മളെവിടെയായിരുന്നു ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നത്? അപ്പോൾ അത്രേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ പഠിക്കുക. നമ്മൾക്ക് എല്ലാം നമ്മൾ കംപ്ലീറ്റ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാവില്ല. നമ്മൾ പ്രകൃതിക്ക് ദൈവത്തിന് കുറെ വിട്ടു കൊടുക്കണം. ഇപ്പോ കൂണ്, ഭൂമിയിലുണ്ടാകുന്ന കൂണ് പ്രായമുള്ളവർ പറയും നീ പറിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പറിക്കണം. എങ്ങനെയാണ് അല്ലേ? എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് മാസ്ക്, നമ്മളിപ്പോ കൊറോണ വന്നിട്ടാണ് നമ്മൾ മാസ്ക് ധരിക്കാൻ തുടങ്ങിയത്. കൊറോണയ്ക്ക് മുന്നേ നമ്മൾ മാസ്ക് ഒന്നും അറിയാൻ പോലും ഇല്ല. നമ്മള് പിന്നെ മാസ്ക് നമ്മൾ കണ്ടിരിക്കുന്നത് എവിടെ? ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. നമ്മള് വർത്താനം പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ഉണ്ട് അല്ലേ? അതൊക്കെ നമുക്ക് ദോഷമാണ്. അതൊന്നും ചെയ്തിട്ട് അല്ല, അതൊന്നും പരിഹരിച്ചിട്ട് നമുക്ക് പോയി ജീവിക്കാൻ പറ്റില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ സംരക്ഷണം ഏതിന് നമ്മൾ കൊടുക്കുന്നുവോ അത് നമുക്ക് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരിക്കും. അറിയുള്ളൂ. അപ്പൊ നമ്മൾ എവിടെ വരെ കൃഷി എവിടെ ആരെത്താത്ത പോയോ? റസിയെ വിളിക്കണോ? റസിയെ കാരണം എന്താ വെച്ചാൽ ഇവരെ കൃഷി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഞാനിവിടെ വൈക്കോലിന് പകരം അപ്പൊ വൈക്കോലിന് പകരം ഇതാണ് നമ്മള് വളർന്നിരിക്കുന്ന മൈസീലിയം എന്നാണ് ഇതിന് ഇംഗ്ലീഷ് പറയുക. മൈസീലിയം എന്തോ അത് ഇപ്പൊ നമ്മള് ഞാനിത് എവിടെ വരെ എത്തി? കൃഷി വൈക്കോലും നമ്മള് വൈക്കോല് തിളപ്പിച്ച് അല്ലെങ്കിൽ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കൃഷിയിലേക്ക് കയറാൻ പോവാണ്. അല്ലെ ഇപ്പൊ സാറിന്റെ കയ്യിലിരിക്കില്ല. വൈക്കോലാണ് ശുദ്ധമായ അന്തരീക്ഷത്തിൽ ആൾക്കാരൊന്നും കൂടുതൽ കാണാതെ നമ്മൾ സംസാരിക്കാതെ നമ്മൾ തന്നെ ഒന്ന് സ്റ്റെറിലൈസ് ആകുക. നമ്മളിത് സ്റ്റെറിലൈസ് ആയതിനു ശേഷം വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി. നമ്മൾ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓടി നമ്മൾ ബസ്സിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെറിലൈസ് ആയില്ല, വീട്ടിൽ ചെന്ന് അല്ലേ? അപ്പൊ നമ്മൾ തന്നെ ശുദ്ധിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. അയ്യാ എത്തിയിട്ടില്ല, അതെത്തിയിട്ടില്ല. നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മള് അതായത് നമ്മുടെ മാധ്യമം ഏതാണോ ആ മാധ്യമം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് പുറത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ കവറിലാക്കലാണ് കേട്ടോ. പറയുന്നേക്കാം സൂര്യപ്രകാശം ഏൽക്കാത്ത മൃഗമാണെന്ന് പറയുന്നേക്കാം. അതവിടെ എത്തിയില്ല. ഒരു മുറിക്കകത്ത് ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. പാക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ഈ പറയുന്ന ചോദ്യത്തിലേക്ക് വരുന്നത്. പിന്നെ സദസ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കും.
പകുതി ആൾക്കാർക്ക് വിത്തുണ്ടാക്കുന്നത് എന്തിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, അറിയില്ല എന്നതാണ് ഉത്തരം. ചോളം, നെല്ല്. ഇത് നെല്ലാണ്. പിന്നെ ഗോതമ്പ്. പക്ഷേ ലോകാടിസ്ഥാനത്തിൽ നമ്മൾ മാധ്യമം ഏതാന്നാ പറഞ്ഞേ? മാധ്യമത്തിൽ വൈക്കോൽ. ആ വൈക്കോലിൻ്റെ പോലെ ചോളമാണ് ഏറ്റവും ഫസ്റ്റ്. ചോളം കഴിഞ്ഞാൽ പിന്നെ നെല്ല്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ കിട്ടുന്ന ധാന്യങ്ങൾ ചിലപ്പോൾ ഇത് കിട്ടുകയില്ല. അപ്പോൾ ഗോതമ്പ്. അവിടെ കിട്ടുന്ന ധാന്യങ്ങൾ ഏതാണോ ആ ധാന്യങ്ങളിലൂടെയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നെല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച വിത്താണ്. കവർ റെഡിയാക്കി ഇനി നമ്മൾ വൈക്കോൽ എടുത്തിട്ട് ചുരുട്ടി, അതായത് നമ്മുടെ ഈ ഉറി ഉണ്ടാക്കുന്നില്ല, ഉറി ഉണ്ടാക്കുന്നത് പോലെ കട്ട് ചെയ്യുന്നില്ലെന്ന് വരിയിൽ ഉറി ഉണ്ടാക്കുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിന് 3 ഇഞ്ച് കനത്തിന് അപ്പോൾ 3 ഇഞ്ച് കനത്തിൽ നമ്മൾ വൈക്കോല് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് 3 ഇഞ്ച് ഉണ്ടോ നോക്കണ്ട. ഇത് കാരണം ഇത് 3 ഇഞ്ച് 1 ഇഞ്ചായി ചുരുങ്ങി. 3 ഇഞ്ച് വേണം മാക്സിമം. അതെ, 3 ഇഞ്ച് നമ്മൾ റൗണ്ട് ചെയ്യും. നമ്മൾ ഏത് ചിപ്പിക്കൂൺ. അപ്പം ചിപ്പിക്കൂണിന് നമ്മൾ സൈഡിലൂടെ, കാരണം പാൽക്കൂൺ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ചിപ്പിക്കൂണിന് സൈഡിലൂടെ മാത്രം ഇങ്ങനെ സൈഡിലൂടെ ഇടുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിന് സൈഡിൽ വന്നോളൂ. കടത്തില്ലേ? നമ്മൾ മേളിൽ ഇടണ്ട. പക്ഷെ പാൽക്കൂണിനാണെന്ന് വിചാരിച്ചത് നമുക്ക് മുകളിൽ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ചിപ്പിക്കൂണിന് സൈഡിൽ ഇടുക. സൈഡിൽ ഇടുന്നത് ഇനി അതിൻ്റെ അളവ് പറയാം. നമ്മൾ എത്ര ഗ്രാം ഇട്ടിരിക്കുന്നത്? 300 ഗ്രാം. നമ്മൾ 2 ബെഡിനാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് കനത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു 6-7 അട്ടി വരില്ലേ? 6-7 അട്ടിയിൽ എന്തോ? അതെ അതെ അതെ. നമുക്ക് വലിയ കവറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഒന്നിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് 2 കവറിലുള്ള കവർ, 2 ബഡിലുള്ള കവറാണിത്. അപ്പോൾ ഇത് നമ്മൾ 7 നിറയുന്നിടം വരെ നമ്മൾ പാക്ക് ചെയ്തു. ഇതിൻ്റെ ഏകദേശം പകുതി, 2 ബഡിനാകുമ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ പുറത്തിട്ടിട്ട് സൈഡിലൂടെ നമ്മളിട്ട് മോൾ വരെ എത്തി. അപ്പോൾ നമ്മൾ മോൾ വരെ എത്തി കേട്ടോ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ നമ്മൾ കെട്ടുക. ഇത് ഏകദേശം ഇതിൻ്റെ ഡബിൾ ഉണ്ടായിരുന്നതാണ്. ഇത് 15-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ നമ്മൾ ആകും. നമ്മൾ ഇപ്പോൾ പാക്ക് ചെയ്തു, പകുതി ഇതിൻ്റെ പകുതി വിത്ത് വെള്ളത്തിനകത്ത് പാക്ക് ചെയ്തു. നമ്മൾ ഇങ്ങനെ ഓരോ 1-2 അടുപ്പിച്ച് എടുത്ത് ഇങ്ങനെയാണ് നമ്മൾ എന്തിനാണെന്നറിയോ? അതിനകത്തുള്ള വായു പോകണം. അതേപോലെ ഫുള്ള് നമ്മൾ പാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ അത് ഏകെന്ന് പറയുമ്പോഴത്തേക്ക് ഏക ശുദ്ധമല്ലല്ലോ, ആണോ? അതില്ലാതിരിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യും. ഓട്ടം ഓടി കൊടുക്കാൻ വരികയാണ്. അത് ചോദിക്കുമ്പോഴേ പറയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അറിയാവുന്നവർ ഇവിടെ ഉണ്ടായി. കൃഷി ചെയ്യാത്ത ഒരാൾ തന്നെ ഓട്ടം ഒത്തി കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് അതെന്താ നടത്തുന്നത്? ശരിയാണ്. അപ്പോൾ പക്ഷേ ഞാനത് പറയാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ പാക്ക് ചെയ്തല്ലോ, ഇനി നിങ്ങൾ ഓട്ടം ഒത്തി കൊടുത്താൽ മതി. നേരത്തെ ചോദിക്കുകയായിരുന്നെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കവറെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്തില്ല ഓട്ടോ കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മൾ ഓട്ടോ കുത്തി കൊടുക്കുന്നത്? അതെ, എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയതല്ല, എന്തുകൊണ്ടാണ്? സൂചി അത് സ്റ്റെറിലൈസ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് സൂചിയെക്കാട്ടി നല്ലത് വീട്ടിലുള്ള പപ്പടക്കോലില്ലേ,
ഈ പപ്പടക്കോല് എടുത്തിട്ട് നമ്മൾ സ്റ്റൗവിൽ കഴിഞ്ഞ് അപ്പോൾ എത്ര നീളമുണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ആയി അത് തണുത്ത് കഴിഞ്ഞാൽ സുഖമായി സംബന്ധിച്ച് തണുത്തു. ഇനി നമ്മൾ ഹോള് കുത്തി കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ 4 ഹോള് 5 ഹോള് കുത്തിയാൽ നമുക്ക് എത്ര കിട്ടും? 25-50 ഹോള് കിട്ടില്ലേ? അല്ലേ? ഇതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ 50 ഹോൾ ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ അറിയാവുന്നവരുണ്ട്, ശ്രദ്ധിക്കുന്നവര് ഇന്നത് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ ക്ലാസ് ബെറ്ററായത്. ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇദ്ദേഹം ഒടുവിൽ ഇവിടെ ചോദിച്ചത് ഹോൾ കൊടുത്തിട്ടുണ്ടോ? ആ ഇത് വളരെ ഈസിയാണ്. അപ്പോ നേരത്തെ പഠിച്ചതിനേക്കാൾ ഇപ്പൊ ഞാൻ ഇത് മടക്കിയിരിക്കുകയാണ്. ഈ മടക്കിയിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു 5 ഹോള് കൊടുത്തു കഴിഞ്ഞാൽ എത്ര മടക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അത്ര നമുക്ക് കിട്ടുകയല്ലേ. നമ്മളിപ്പോ ഇദ്ദേഹം ഡ്രസ് എങ്ങനെ ചെയ്തിരുന്നത്? നമ്മുടെ ഹാജർ താത്ത ചെയ്തേക്കണമെന്ന് ഞാൻ ഈ ചെയ്ത രീതിയിലല്ല. ഹാജർ താത്ത ഇപ്പൊ ഒരു ചെറിയ പഠനം കിട്ടി. അങ്ങനെ നമ്മൾ നിറച്ചു. ഇങ്ങനെ നമ്മൾ അമർത്തി നമ്മള് ഇതായി നമ്മള് നേരത്തെ ഹോൾ ഇടാത്തത് കൊണ്ട് നമ്മള് ഫുള്ളായിട്ട് ഇട്ടു. നേരത്തെ ഇടുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇനി ഞാൻ ഈ കാൽസ്യം കാർബണേറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എത്ര ശതമാനം വെള്ളം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. ആ ശതമാനം ഒഴിവാക്കൽ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടിക്കണമെന്നില്ല. പക്ഷെ വെള്ളം കൂടുതൽ പാടില്ല. അതായത് ഈ ഏതിലെ വെള്ളം ഉണക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഫുൾ ഉണങ്ങാൻ പാടില്ല. എത്ര സമയമാണ് വെള്ളത്തിൽ എടുത്തിട്ട് പുറത്ത് വെക്കേണ്ടത്? സമയമല്ല, നമ്മള് വാഷിംഗ് മെഷീൻ ഇടാതെ നമ്മൾ തുണി അലക്കുകയാണെങ്കിൽ വെള്ളത്തിൽ മുക്കി അത് നമ്മൾ അയാൾ കൊണ്ടിടുവോ? നമ്മൾ ഡ്രൈ ആവും. തറയിലിട്ട് നമ്മൾ വെള്ളം വന്ന് ഒരു 60% വെള്ളവും പോകണം. എന്നാൽ അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവുകയും വേണം. ഫുള്ള് ഡ്രൈ ആകാൻ പാടില്ല. ആ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നല്ലതാണ് ഈ കാൽസ്യം കാർബണേറ്റ് ഉണ്ടെങ്കിൽ സ്വല്പം നമ്മൾ ഈ ആ വൈദ്യുതിനകത്ത് കൊണ്ടുവരും. അപ്പം നമുക്ക് എന്തെങ്കിലും കണ്ടാമിനേഷൻ അല്പം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പോയി അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി നമ്മളെവിടെ വെക്കും എന്നുള്ളതാണ്. നമുക്കൊരു സാഹചര്യവും നമുക്കില്ല വീട്ടിൽ. എന്നാൽ 2 ബെഡ് നമ്മൾ ഉണ്ടാക്കി നമുക്കൊന്ന് വയ്ക്കണം. അത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയില്ല. ഒരു സ്ഥലം ഉണ്ടാക്കുക. ഒരു മുറി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മുറി തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒരു കിടപ്പുമുറി തന്നെ ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ശുദ്ധിയാക്കി നല്ല ഒരു പുതപ്പരക്കി പുറത്തോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ശുദ്ധമാക്കി വെച്ചിരിക്കുകയാണ് ഈ സ്ഥലം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഇരുട്ടുമുറി പോലെ ആയിരിക്കും അല്ലേ? നമ്മൾ ഈ തുണിയിട്ട് മൂടിക്കഴിഞ്ഞാൽ ഇതൊരു ഇരുട്ടുമുറി പോലെ ആയിരിക്കും. ഇവിടെ നമുക്ക് 2 ബെഡ് വെക്കാം. മുറി വേണോ? നമുക്ക് മുറി വേണ്ട. പക്ഷെ നമ്മൾ വെച്ചിരിക്കുന്നത് പുറത്തല്ല, ശുദ്ധമായ മുറിയിലാണ്. ഇരുട്ടുമുറി നമ്മൾ ആ റൂം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഫുള്ള് റൂം ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ സൃഷ്ടിച്ചു. ഇത് തറയിൽ വെക്കാൻ പറ്റുമോ? ആ തറ എങ്ങനെയായിരിക്കണം? ശുദ്ധിയായാൽ മതി. ഇനി നമുക്ക് തറ വെക്കാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും വീടിലാ വെക്കേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധിയാക്കിയാൽ മതി. ശുദ്ധിയായ സ്ഥലത്ത് സാധാരണ പറയുന്നതൊക്കെ കെട്ടിത്തൂക്കി വെക്കണം. അങ്ങനെ കെട്ടിത്തൂക്കി അതിന് നമ്മൾ കെട്ടിത്തൂക്കാൻ വേണ്ടി തുണി ഉണ്ടാക്കി അതിനൊക്കെ ഇതൊക്കെ വാങ്ങി ഇതൊന്നും വേണ്ട. ഇത് ഞാൻ പഠിക്കുക, ഒത്തിരി പൈസ മുടക്കാതെ പഠിക്കുക. ആകെപ്പാടെ ഞാനിപ്പോൾ മുടക്കിയിരിക്കുന്നത് എന്താണ്?
ഒരു വിത്ത് വാങ്ങി, 2 കവർ വാങ്ങി, അല്പം വൈക്കോല് കിട്ടാനിട്ട് ഞാൻ ഈ എന്തൊക്കെയോ ഇപ്പൊ 3-4 ഇതില്ലേ ഒക്കെ പൈസ മുടക്കാതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എത്ര രൂപ വരുമെന്ന് പറയാം. അത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കട്ടെ, ചോദ്യത്തിന് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഒരു പിന്നെ ഒരു വിത്തിന് എത്ര രൂപയ്ക്കാ വാങ്ങിയത്? ഇദ്ദേഹം 100 രൂപയ്ക്കാ വാങ്ങിയത് അല്ലേ? ഞാൻ നിങ്ങൾക്ക് എത്രയ്ക്ക് തരും? 60 രൂപ. അപ്പൊ ഒരു വിത്തിന് എത്രയായി? 60 രൂപ. ഈ കൂടെ കൂട്ടിക്കോ, 10 രൂപ കൂടെ കൂട്ടിക്കോ, കാരണം ഇപ്പൊ വില കൂടുതലാണ്. 100 ആയിക്കോട്ടെ. ഓക്കെ. 100 തരില്ല. 100 അങ്ങ് ആയിക്കോട്ടെ. തരാനല്ല, സങ്കല്പിക്കാൻ. രണ്ട് ബെഡ്. ഇത് നമ്മളെ പഠിച്ച് നമുക്ക് നല്ല ഹൃദയസ്ഥമാക്കി നമുക്ക് ഇങ്ങനെയൊക്കെ മതി. ഇച്ചിരി വിത്ത് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ അനുഭവം വിളവ് കിട്ടും എന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചും കൂടി കുറയ്ക്കാം, 2.5 ആക്കാം. അത് നമ്മുടെ ഈ ബഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സ്വാഭാവികമായ ഈ കവറിൻ്റെ ഇതാണ് 2 ബഡ്. അപ്പൊ എത്ര ലെയർ? ഈ ലെയർ നോ അല്ലേ, 6 or 7 പറഞ്ഞാൽ അപ്പൊ 7 7 14 ലെയർ ഇടാം, 300 ഗ്രാം അല്ലേ ഇടാം. അപ്പൊ ഇത് 2 ബെഡിന് ഞാൻ നേരത്തെ പറഞ്ഞാലോ ഏകദേശം എത്ര വരും? 5 കിലോ. അത് താഴെ വരുള്ളൂ. 5 കിലോ വരുള്ളൂ കേട്ടോ. ഇപ്പൊ ഞങ്ങള് ശരിക്കേ, അതായത് ഇവിടെ ഒരു ബഡിന് ഇപ്പൊ ബഡ് വിൽപ്പനക്കാരുണ്ട് ഇവിടെ പുറത്തുനിന്ന്. 5 കൊല്ലം മുന്നേ അതൊന്നും ഇല്ലായിരുന്നു. 200 രൂപയ്ക്കാണ് പണ്ട്. കഴിഞ്ഞ വർഷം 100, 125, 150 ആയിരുന്നു. ഇപ്പം അന്വേഷിച്ചപ്പോഴത്തേക്കിന് 150-ന് മേളിലായി. 200 രൂപയ്ക്കാണ് ബഡ് ഇറക്കി കൊടുക്കുന്നത് എന്ന് ഞാൻ കേട്ടു, ഒരു ബഡ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 50 രൂപയ്ക്ക് മുകളിൽ 60, 75 രൂപയെ വരുള്ളൂ ഒരു ബെഡ് നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ബെഡുണ്ടാക്കി, നമ്മൾ ഇന്ന് ബെഡുണ്ടാക്കി. നമ്മൾ 2 ബെഡ് നമ്മൾ ഒരു കസേര, ഈ കസേര എന്നുള്ളതല്ല കേട്ടോ, എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിന്നെ ഇതിൻ്റെ അടി ഇതില്ലാത്ത ഒരു മേശയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 ബെഡ് വെക്കാം. മേശയുടെ മേളിൽ ഒരു കവർ ചെയ്താൽ മതി. ഇരുട്ടുമുറി ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വെളിച്ചം, ഡയറക്റ്റ് സൂര്യപ്രകാശം പാടില്ല, ഡയറക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലേക്ക് പ്രവേശിക്കാതിരുന്നാൽ മതി. ഒരു ഇരുട്ടുമുറി ഫുള്ള് വേണമെന്നൊന്നും ഇല്ല. ഇരുട്ടുമുറിയൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പഠിപ്പിച്ച് പണ്ട് വരുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഇരുട്ടുമുറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വിളവുണ്ടാക്കാം. പക്ഷെ മാക്സിമം നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാ ഏജൻസൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിൽ നിന്ന് മാക്സിമം നമുക്ക് കിട്ടുമ്പോഴാണ് ഈ ഇരുട്ടുമുറി വേണ്ടി വരിക. വേണം. അപ്പം നമ്മൾ ഇന്ന് വെച്ചു, പിന്നെ ഹോളൊക്കെ ഇട്ടു, ഇത് വെച്ചു. പിന്നെ നമ്മൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ബെഡിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ബെഡിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ശരിയാണോ? ബാഷ്പീകരണം വന്നിരുന്നു. അത് വന്നില്ലെങ്കിലോ? അത് വന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴാണ് വേർക്കുന്നത്? എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ വേർക്കില്ലേ? അപ്പോൾ ഈ സാധനം 3 ദിവസം 5 ദിവസത്തിനുള്ളിൽ വിശപ്പ് കാണുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ തകരാറ് വന്നു. മനസ്സിലായോ? ഇനി നമ്മൾ പിന്നെ 5 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കണം, അതിനെ ശ്രദ്ധിക്കണം. അതിനകത്ത് വേറെ എന്തെങ്കിലും കളർ വ്യത്യാസം വരുന്നുണ്ടോ, വൈറ്റ് തന്നെയാണോ വരുന്നത്
പിന്നെ വൈറ്റല്ലാതെ ഈ കളറുണ്ടോ? തവിട്ട് നിറമുള്ള കളറ്, തവിട്ട് നിറമുള്ള കളറ്, കറുപ്പ്, പിന്നെ പച്ചയാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കളറുകൾ എവിടെയെങ്കിലും ഈ ബഡ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എവിടെയോ എന്തോ തകരാറ് വന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ് തകരാറ് വന്നെന്ന് നോക്കുക. അഥവാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലതും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ വരികയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് അവിടെ നിന്ന് എടുത്തു മാറ്റണം. അല്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പകരും. ഫംഗസാണ് എന്ന് പറഞ്ഞാൽ ഈ രോഗമാണ് ഭൂമിയിലുള്ള. അപ്പോൾ അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മാറ്റണം. പക്ഷേ നമ്മുടെ 2 ബെഡേ ഉള്ളൂ. അതിന് നമുക്ക് അടിയിൽ ഇത് വന്നു, എന്ത് ചെയ്യും? എന്നാൽ നമുക്കത് ആ പിന്നെ അശുദ്ധി മാറ്റുകയും വേണം, നമുക്ക് അതിനകത്തൊന്ന് ഫലം കിട്ടുകയും വേണം. ഇവിടെ ഒന്ന് കറക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? അവിടെ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അണുപ്രസരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ ഡെറ്റോളൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ആ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകുക. അത് നമ്മുടെ സ്വന്തമായി കൂടി ചെയ്യുക. കാരണം 2 ഇതല്ലേ ഉള്ളൂ. ഒരു കത്ത് അതായത് 100 ബെഡ് ഇട്ടിരിക്കുന്ന സ്ഥലത്താണ് ഈ വക കാര്യങ്ങൾ വരുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്ത് മാറ്റാം. പക്ഷേ 2 ബെഡല്ലേ ഉള്ളൂ. അപ്പം എനിക്കത് നന്നാവുകയും വേണം. അപ്പം ഞാനെന്ത് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെച്ചു. പിന്നെയും നമ്മൾ നോക്കുക, ഈ വൈറ്റിന് പകരം വേറെ ഏതെങ്കിലും കളറാണോ വരുന്നത് നോക്കുക. വൈറ്റ് തന്നെ വന്ന് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഫുള്ളാകും. അപ്പോൾ ഫുള്ളായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എടുക്കുകയാണ്. ഈ ഇരുട്ടുമുറിയിൽ നിന്ന് എടുക്കും. ഇരുട്ടുമുറിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഒരു റൂമിനകത്ത് വെക്കുകയാണ്. ആ റൂം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ വായു കയറില്ലേ, നെറ്റ് തന്നെ നെറ്റ്. അപ്പോൾ വായു കയറും. എന്നാൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഇവിടെ വെക്കാൻ പാടില്ല. സൂര്യപ്രകാശം ഡയറക്റ്റ് വരാത്ത ഏരിയയിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് വായു കയറുന്ന രീതിയിൽ നല്ലതാണ്. വെളിച്ചാകാം, സൂര്യപ്രകാശം നേരെ ഏൽക്കാൻ പാടില്ല. 10 ദിവസത്തിന് ശേഷം 10-15, അതായത് ഫുള്ള് വളർച്ച ഒരു 15. ചിലത് ഇപ്പം നെല്ലിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ചെയ്യും. ചോളത്തിലാണെന്നുണ്ടെങ്കിൽ 15 ദിവസം കൊണ്ട് ഫുള്ളാവും. നെല്ലിലാവുമ്പോഴത്തേക്ക് ഞാൻ അതിനേക്കാൾ കൂടുതൽ ദിവസം ചെയ്യും. അപ്പോൾ ഫുള്ളായിട്ട് വ്യാപിച്ച് വരുന്നതിന് കൃത്യ ദിവസമൊന്നുമില്ല. ചിലപ്പോൾ ഒരു മാസം എടുത്തെന്ന് വരാം. നമ്മൾ പഠിപ്പിക്കുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ജസ്റ്റ് പറയുന്നത് ഒരു 15-20 ദിവസത്തിനുള്ളിൽ ഫുള്ളാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടുന്ന് മാറ്റിയല്ലോ, ഈ ഇരുട്ടുമുറിയിൽ നിന്ന് മാറ്റിയിട്ട് പ്രകാശത്തിൽ ഇനി നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തു. ഈ ഫുള്ളായി പുറത്ത് സൂര്യപ്രകാശം റൂമിലേക്ക് എത്തുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ മറ്റൊരിടത്ത് ഈ വയർപ്പും തുള്ളികൾ വന്നിട്ടുണ്ടല്ലോ, പിന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കണ്ട, നമ്മൾ മാറ്റി. ഇപ്പം നമ്മൾ ഈ റൂമിനകത്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ റൂമിനകത്ത് നമ്മൾ സിദ്ധമായിട്ട് കുറച്ച് ഇരുട്ടുണ്ടാക്കി പിന്നീട് നമ്മൾ ആ ഇരുട്ടങ്ങ് മാറ്റുകയാണ്. മനസ്സിലായി? ആ ഇരുട്ടങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3-5 ദിവസത്തിനുള്ളിൽ ഈ ഹോള് വഴി, ഈ ഹോളെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഹോളല്ലേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം നമ്മളിത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ഹോളോട് കൂടി വേണമെന്നൊരു നിർത്താം. പക്ഷേ സ്റ്റെറിലൈസ് ചെയ്ത എന്തെങ്കിലും ബ്ലേഡ് കൊണ്ടോ ആയുധം കൊണ്ടോ നമ്മൾ ഈ ബഡ് ഇതേപോലെ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നോ? ചെയ്തില്ലേ? ഉണ്ടായി. റസി എന്ത് ചെയ്തു? കോഴിക്കോട് തന്നെ വന്നു. കോഴിക്കോട് വരാൻ താമസം വരികയാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് തന്നെ ഇത് വരും. വരാൻ എന്തെങ്കിലും താമസം വരികയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക്
വരുമ്പോഴത്തേക്ക് വരുന്നില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡ് അല്ലെങ്കിൽ കത്തി കൊണ്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുക. വരഞ്ഞു കൊടുത്തിട്ട് അതൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. അതിൻ്റെ ആവശ്യമുണ്ടോ, അതോ ഈ ഹോളിൽ കൂടെ തന്നെ വരുന്നുണ്ടോ? ഈ ഹോളിൽ കൂടെ തന്നെ വരുന്നുണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഒന്നും ചെയ്യാൻ പോകണ്ട. അല്ലെങ്കിൽ നമ്മൾ വരഞ്ഞു കൊടുക്കുക, പഴത്തിൽ പൊടി മാറ്റുന്ന കാര്യങ്ങൾ മാറ്റി കൊടുക്കുക. അതൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കിന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പഠിക്കണം ബാക്കി കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മളിത് പൂർണ്ണമാകുക. അപ്പോഴേ നമ്മൾ സംഗതി വിജയിക്കുള്ളൂ. ഇത് നമ്മൾ പലരെടുക്കാൻ ഏകദേശം എത്ര ദിവസം കിട്ടും? ഇതിനാണ് നമ്മളിപ്പോൾ മുളച്ചു വന്നതേ ഉള്ളൂ. മുളച്ചു വന്നതേ ഉള്ളൂ അല്ലേ? അത് എടുത്തോ? അപ്പോഴേ കൂടി. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ 2010 MG യൂണിവേഴ്സിറ്റിയിലെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് കേരളത്തിൽ ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ യോഗ, നാച്ചുറോപ്പതി, പിന്നെ സൈക്കോളജി. അത് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരു വർഷത്തെ കോഴ്സ്. അപ്പോഴത്തേക്കിനും എപ്പോഴാണ് പരിഗതി ചോദിച്ചതുകൊണ്ടല്ലേ നമ്മൾ ജനിച്ചത് അല്ലേ? ഒരു കയ്യടി ഉണ്ട് തിരിച്ചേ. അപ്പോൾ മുളച്ചു വന്നു. ഓരോ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിങ്ങനെ ഹൈ സ്പീഡിലാണ് വളർച്ച. 3 ദിവസം ആകുമ്പോഴത്തേക്കിന് ചിപ്പിക്കൂണല്ലേ നമ്മൾ പഠിക്കുന്നത്. ചിപ്പിക്കൂണ് 3 ദിവസം ആയപ്പോഴത്തേക്കിന് പൂർണ്ണ വളർച്ച എത്തി. 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഇങ്ങനെ നിൽക്കുന്നത് വാടും. പിന്നെന്ത് കളർ വ്യത്യാസം റസിയ എവിടെ നമ്മുടെ ഇത് എവിടെ വരെ എത്തി? കണ്ടോ? ഇപ്പോ റസിയയുടെ കൂണ് വിരിഞ്ഞു നിൽക്കുകയാണ്. അത് ചിപ്പിക്കൂണാണ്. 3-ാം ദിവസം പറിക്കുക. പിന്നെ ദിവസം കഴിയും തോറും അവിടെ അത് ഡൗൺ ആകും, കളർ വ്യത്യാസം വരും കേട്ടോ. ഇല്ല, ഒറ്റ പ്രാവശ്യം നമ്മളിപ്പോൾ ഉണ്ടായുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടായത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് 3-ാം ദിവസം പറിച്ചെടുക്കാൻ പോവുകയാണ്. 3-ാം ദിവസം റസിയയുടെ കൂട് നമ്മൾ നാളെ പറിക്കുകയാണ്. ഇന്ന് അത് ചോദിച്ചത് ഞാൻ പഠിപ്പിക്കുന്നതും ചിപ്പിക്കൂടാണ്. സാറിന്റെ പേരെന്താ? മമ്മുവാക്ക പറഞ്ഞതേ ഏതു ഊട്ടിന്ന് വന്ന പാൽക്കൂടല്ല, എന്തുകൂടാ? ബട്ടർ മഷ്റൂം. ഈ ബട്ടർ മഷ്റൂമിന് ചിപ്പിക്കൂണിനേക്കാൾ, അതായത് ചിപ്പിക്കൂണ് 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ പറിച്ചു. പിന്നെ നമ്മൾ മാക്സിമം അങ്ങേയറ്റം നമ്മൾ 2-3 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺ ആകും. പാൽക്കൂണാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം കൂടി നമുക്ക് ഇരിക്കും. ബട്ടർ മഷ്റൂമാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസം നമുക്ക് കേടാകാം. ഒരാൾ അല്ലല്ല. അതായത് പാൽക്കൂണിനും ചിപ്പിക്കൂണിനും വിത്തൊന്ന് പറഞ്ഞുതരാം. പാൽക്കൂണിലേക്ക് നമ്മൾ കയറിയില്ല. കയറിയോ? ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചിപ്പിക്കൂണാണ്. പാൽക്കൂൺ വരുമ്പോഴത്തേക്കും പാൽക്കൂൺ നമുക്ക് അതിന് വേറൊരു കൃഷി രീതിയുണ്ട്. അത് ഞാൻ പഠിപ്പിക്കാം. അപ്പൊ നമ്മൾ എവിടെ വരെ എത്തിയപ്പോ പറിച്ചു. 3-ാം ദിവസം നമ്മൾ പറിച്ചു, അല്ലെങ്കിൽ 4-ാം ദിവസം നമ്മൾ പ്രായമായി നമ്മൾ പറിച്ചു. നമുക്ക് അന്ന് തന്നെ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ദിവസത്തേക്കിന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാം. 1 ദിവസത്തേക്കിന് നമുക്ക് പുറത്ത് വെക്കാം കേട്ടോ. അല്ല സാറേ, പുറത്തെടുത്തിട്ട് സ്പ്രേ ചെയ്യുന്ന ഒരു ദിവസം ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്താൽ ഇല്ല, അത് വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ബഡ് നമ്മൾ ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒന്ന് പറിച്ചതേ ഉള്ളൂ. ഒറ്റ വരവ് ഇരുട്ടത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ സ്പ്രേ വെള്ളം തെളിച്ചു കൊടുക്കണം. സ്പ്രേ ചെയ്യണമല്ലോ. അല്ല, നമ്മൾ പറിച്ചതോ? ദിവസത്തിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതിയോ? ഇതിന് ശേഷം ഉള്ളത് ഇരിക്കുകയാണ്. അത് ആ ക്ലാസ് വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇന്നുണ്ടായത് പറിച്ചു. ഇന്ന് നമുക്കുണ്ടായി ആ ഒരു ബെഡിനകത്ത്, അല്ലെങ്കിൽ നമ്മൾ 2 ബെഡിനകത്ത് നമുക്കൊരു 200 ഗ്രാം 300 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം 1/2 കിലോ നമുക്ക് കിട്ടി. നമ്മൾ കറി വെച്ചു. അപ്പോൾ ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതേപോലെ ഇരിക്കുന്ന ബെഡ് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് സംരക്ഷിക്കുകയാണ്.
ഡെയിലി വെള്ളം ഒഴിക്കണം. അത് ഉണങ്ങാൻ പാടില്ല. അല്ല ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വെള്ളം? ഒരു പ്രാവശ്യം ദിവസം 1 2 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. അന്തരീക്ഷത്തിനനുസരിച്ച് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ 3 പ്രാവശ്യം പഠിക്കാം. അത് നമ്മളുടെ റൂമിൻ്റെ അന്തരീക്ഷം. റൂം നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ റൂം എങ്ങനെയാണ് ഇതാക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അപ്പോഴാണ് നമ്മൾ പിന്നെ എത്ര പ്രാവശ്യം വെള്ളം ഡ്രൈ ആവാൻ പാടില്ല. ഡ്രൈ ആവാത്ത രീതി സ്പ്രേ ചെയ്യാം. അത് കുഴപ്പമില്ല, പറഞ്ഞോ. എടുത്ത് അത് വരിക. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം എടുത്തു, അത് രണ്ടാമത് സംരക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു വരികയാണ്. ഇന്നിപ്പോ റസിയയുടെ ഇന്ന് പറിച്ചു, നമ്മൾ നാളെ പറിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നാളെ റസിയയുടെ വീട്ടിൽ പോയിട്ട് അത് പറിക്കും. അത് കഴിഞ്ഞാൽ റസി എന്ത് ചെയ്യും? അത് വീണ്ടും അതേ അന്തരീക്ഷത്തിൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് 4 5 6 ദിവസം നമ്മൾ അതിനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ പൂണുണ്ടാകുന്നിടം വരെ അത് ചിലപ്പോൾ 5 ദിവസം അവിടെ വെച്ചിരിക്കുക, നമ്മൾ മാറ്റിയിട്ടില്ല. അവിടെ ഇരിക്കുന്ന സ്ഥലം അത് നമുക്ക് ഉറിയാവാം. നമ്മളിപ്പോൾ ഉറിയിലല്ല വെച്ചിരിക്കുന്നത്, നമ്മൾ 2 അല്ലേ ഉള്ളൂ, നമ്മളൊരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പറിച്ചു, വീണ്ടും അതിനെ സംരക്ഷിക്കുകയാണ്. നമ്മൾ സംരക്ഷണം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡ്രൈ ആവാതെ നോക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. 4 5 ദിവസം കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും ഇതേപോലെ നമുക്ക് ഊണുണ്ടാകും. അല്ല അതെല്ലാം വിളവെടുത്ത് അന്ന് തന്നെ രണ്ടാമത് കിട്ടലാവും. ആ ബെഡ് പറിച്ചതിന് ശേഷം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഡ്രൈ ആവാതിരുന്നാൽ മാത്രം മതി. വീണ്ടും പിന്നെ നമ്മൾ അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു. 4 5 ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേപോലെ ഊണ് പുറത്തേക്ക് വന്നു. ഈ സമയങ്ങളിൽ നമ്മൾ സദസ്സിന്റെ തീരത്തിലൊക്കെ ചിരിക്കാണ്. ഊണ് നമ്മൾ പറിച്ചു, ഇനി നമ്മളത് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുത്തു. 5 6 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇത് ഇന്നിപ്പോൾ ഉണ്ടായതുപോലെ തന്നെ വീണ്ടും ഉണ്ടാകും. അത് 2 3 4 പ്രാവശ്യം ആ ബഡ് അവിഞ്ഞ് ചുരുങ്ങി ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ എത്തും. എപ്പോൾ? ഒരു 1 1/2 മാസം അല്ലെങ്കിൽ 2 മാസം, ചിലപ്പോൾ അത്യാവശ്യം കൂടുതൽ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ആ ബെഡ് നമ്മൾ അവിടെ നിന്ന് എടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ബെഡിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ കറുപ്പ് പച്ച തവിട്ട് ഇതൊക്കെ, ഇത് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ആരംഭം മുതൽ അവസാനം വരെ ഇത് ഉണ്ടാവുക. അത് നമ്മൾ ഉണ്ടാകാതിരിക്കാനുള്ള ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അതുണ്ടായാൽ നമ്മളെ ശുചിത്വക്കുറവാണ് കാരണം അല്ലേ? അപ്പോൾ കണ്ടാമിനേഷൻ വന്നു, എവിടുന്നോ നമ്മൾ അശുദ്ധി കയറി. ഇപ്പോൾ നമ്മളൊരു മുറിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മുറി പിന്നെ കുറേ കൃഷി ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചു, ആ മുറി നമുക്കൊന്ന് ശുദ്ധീകരിക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വിളവെടുത്ത് കഴിഞ്ഞില്ലേ? അപ്പോൾ ആദ്യത്തെ വിളവ് നമുക്കൊരു ബെഡിൽ നിന്ന് എത്ര കിട്ടി? ഏകദേശം അല്ലേ? അതിർത്താത്താക്ക് എത്ര കിട്ടി? 1.5 കിലോ നമുക്ക് ഒരു ബെഡിൽ ഒറ്റപ്പെട്ട 1 2 ബെഡിൽ നിന്ന് 1.5 കിലോ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് 750 ഗ്രാം ഒരു ബെഡിൽ നിന്ന് നമുക്ക് കിട്ടി. 500 രൂപ വാങ്ങി അല്ല, ഏകദേശം ഇപ്പോഴത്തെ 500 രൂപയായി. അതായത് 400, അതായത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആവറേജ് നമുക്കൊരു 300 രൂപ 400 രൂപ. റേറ്റ് പല സ്ഥലങ്ങളിൽ പല രീതികളിലുള്ള വ്യത്യാസം. നമ്മളൊരു ആവറേജ് ഒരു 300 രൂപ നമ്മൾ കൊടുക്കും. നമുക്കൊരു ബെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വന്നത് 75 രൂപ വന്നു. നമ്മളൊരു ബെഡ് വാങ്ങുകയാണെന്ന് എനിക്കൊന്നും ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് വില്ലേജ് സർവീസിൽ നമുക്കൊരു ബെഡ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും, ഇത്രയും കൊടുക്കുക. അത് കേൾക്കുന്നില്ല? എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കും. എന്നാ പറഞ്ഞേ? റസീം അല്ലെങ്കിൽ ഇതാ ഞങ്ങൾ 3 പേരും കൂടി 75 രൂപ മുടക്കി പിന്നെ ഒരു ബെഡാക്കി. മമ്മുവാക്ക 200 രൂപ മുടക്കിയിട്ട് ഒരു ബെഡ് വാങ്ങി. 75 കുട്ടിയാൽ മതി അല്ലേ?
അപ്പൊ 75 കൂട്ടാതെ 150, 200 രൂപ മുടക്കിയിട്ട് ബെഡ് വാങ്ങുന്ന ആരുണ്ട് ഇവിടെ? ഞാൻ തരാം. ആരുണ്ട്? ആ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം, ഞാൻ തരുന്നില്ല, ഞാൻ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം 100 രൂപ കൂട്ടിക്കോ. 100 രൂപ മാക്സിമം നമുക്ക് എല്ലാ ചെലവും കൂടെ കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒന്ന്, അത് ശരിയായ രീതിയിലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന പലരും ഇവിടെയുണ്ട്. അല്ലാതെ വീട്ടിലൊരു 10 ബെഡ് വെച്ചു, 5 ബെഡ് വെച്ചു, പിന്നെ അവസാനിപ്പിച്ചു, എനിക്ക് പറ്റില്ല, എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ഒരു കൃഷി ഇതല്ല. അതായത് സ്വയം തൊഴിലായിട്ട് നമ്മളൊരു 50 ബെഡ്, 100 ബെഡ്, 150 ബെഡ്, 200 ബെഡ് വെച്ച് കൊണ്ടുപോകുമ്പോഴാണ് ആര് സഹായിക്കുക? പഞ്ചായത്ത് സബ്സിഡി, പഞ്ചായത്തോ കൃഷിഭവനോ നമ്മളെ സഹായിക്കുക. ഒരു 150 ബെഡ് വെക്കണമെങ്കിൽ ഏകദേശം എത്ര സ്ഥലം വേണ്ടി വരും അല്ലേ? ഇതാണ് നമ്മളുടെ ബെഡ്റൂം. ഏത്? ഇത്. ഓക്കെ. നമ്മൾ ഉറി അറിയാമല്ലോ? ഉറി, ഒരു ഉറി എത്ര എണ്ണം വെക്കാം? ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അപ്പച്ചിയൊക്കെ 5 കലം വരെ വിൽക്കും അല്ലേ? ഒരു 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 ഇവിടുന്ന് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഒരെണ്ണത്തിനകത്ത് ഒരെണ്ണം വെക്കുകയോ? എന്താ മമ്മൂക്ക? അതാ ഞാൻ ഈ മുറിയല്ലേ ഞാൻ പറഞ്ഞത്. ഈ മുറിയിൽ ഞാൻ ബഡ് തൂക്കി അല്ല ഉറി തൂക്കിയിട്ടിരിക്കുകയാണ്. ഉറി കെട്ടുന്നത് അറിയാമല്ലോ. അത് നമുക്ക് ഇതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 6-7 ബഡുകൾ നമുക്ക് ഒരു താഴെ വരെ തൂക്കിയിടാം. ഒന്നിക്ക് മേലെ അതെ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മുറിയുടെ മുകളിൽ ഒന്നിക്ക് മേലെ അല്ല, അങ്ങനെ വെക്കുകയല്ല. നമ്മള് അതായത് നമ്മുടെ വീട്ടില് നമ്മളൊരു പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ മേളിൽ നമ്മളൊരു ചെറിയ പോലെ വെച്ച് അതിങ്ങനെ ഗ്യാപ്പ് കൊടുക്കുക. ഗ്യാപ്പ് കൊടുക്കുന്നതിന് നമുക്കൊരു ഇത്രയും പൊക്കത്തിലാണ് വിചാരിച്ചിരുന്നത്. നമുക്കൊരു 6 ബെഡ് കുടിക്കും. 6 ബെഡ്. എന്നിട്ട് നമുക്കൊരാൾ നടന്നു പോകുന്ന ഗ്യാപ്പ്, അതായത് അത് നിന്നോട്ട് നമ്മൾ ഒരു 8 എണ്ണം തൂക്കും. ഇവിടെ ഒരാൾ പോകുന്നൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ 8 എണ്ണം തൂക്കും. അപ്പോൾ ഇതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 500 ബെഡ്, 500 ബെഡിൽ കൂടുതൽ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് അത് ടച്ച് ചെയ്ത് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കണം. ചെറിയ ഉണ്ടാക്കാതെ തന്നെ നമുക്ക് അതായത് കയർ പ്ലാസ്റ്റിക് ചേർത്തില്ലേ, അതിങ്ങനെ നമ്മൾ മേളിൽ കെട്ടിയതിന് ശേഷം 4 എണ്ണം എന്നിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ലല്ലോ. സ്റ്റെറിലൈസ് ചെയ്തിട്ട് മുഴുവൻ സ്റ്റെറിലൈസ് ആയിരിക്കണം. അത് നമ്മൾ അത് മറ്റുണ്ടോ? ചെയ്യാമല്ലോ. അതേ റൂമിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇന്ന് നമ്മളൊരു 5 എണ്ണം കെട്ടി, നാളെ 5 എണ്ണം കെട്ടി, മറ്റന്നാൾ 10 എണ്ണം കെട്ടി. കാരണം എന്താണെന്നറിയോ? ഇത് വരുമ്പോഴത്തേക്കിന് അത് നമ്മൾ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അറ്റത്തിരുന്നത്. അപ്പം ഇത് നമുക്ക് ഉൽപ്പാദനമായി ഒരു കുഴപ്പമില്ല. നമ്മളേക്കിങ്ങനെ നടന്നിട്ട് നമ്മൾ അതിൻ്റെ പാകത്തിന് നമ്മൾ ആകുമ്പോഴത്തേക്ക് പറിക്കുക, ഇല്ലാത്തതിന് നമ്മൾ വെള്ളത്തിന് ഇട്ട് കൊടുക്കുക, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട. കാരണം ഇവിടെ ഇപ്പം നമ്മൾ പിന്നെ ഉൽപ്പാദനം വന്നു. അപ്പോൾ അതിന് നമ്മൾ 3 ദിവസത്തേക്ക് വെള്ളം ആവശ്യമുള്ളതിന് ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഫ്രണ്ടിലുള്ളത് നമ്മൾ ഇന്നിട്ടതാണ്, ഇന്ന് വെച്ചതേ ഉള്ളൂ. നമ്മൾ 15 ദിവസം വളരാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേണ്ട. ഇല്ല, നാശമായി കഴിഞ്ഞു. 3 ഉണ്ടോ 3 അല്ല, അണുബാധ വരുന്നത് എപ്പോഴാണ്? ഇത് കേടായിട്ടുണ്ടെന്നതിൽ മാത്രമേ നമുക്ക് അണുബാധ വരുള്ളൂ. കേടായ ബഡുകൾ കറുത്ത് ഫുള്ള് തവിട്ട് നിറം വന്നു, അല്ലെങ്കിൽ ഇവിടെ പച്ച വന്നു,
അത് നമ്മൾ എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഒരു കുറച്ച് പച്ച വന്നു കുറച്ച് ഇത് വന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. മനസ്സിലായി? പിന്നെ ഇത് നമ്മൾ 3-4 പ്രാവശ്യം നമുക്ക് വിളവ് വന്നു എന്നാൽ ഒരു കേടുമില്ല. പിന്നെ അവിടെ നമ്മൾ നിർത്തണ്ട. നമ്മളിത് പുറത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയത് വീണ്ടും കൂടെ വെച്ചു. അതിങ്ങനെ റൗണ്ടായിട്ട് വരും. നമുക്ക് കൃഷി ചെയ്ത് കൊണ്ടുപോകാം. നമ്മുടെ സ്ഥലം നമ്മളിപ്പോൾ അമ്മക്ക ചോദിച്ചത് ഇത് ഈ സൗകര്യത്തിലാണ് ഞാൻ ഒരു 500-600 ഇത് പറഞ്ഞത്. അത് നമുക്കൊരു ചെറിയൊരു സ്ഥലമാകാം, 50 ബെഡിടുന്നതാകാം, 5 ബെഡിടുന്നതാവാം, എന്നിട്ട് നമ്മുടെ കിടപ്പുമുറിയാവാം. മനസ്സിലായി? അപ്പൊ ഏകദേശം ചിപ്പിക്കൂട് നമ്മൾ വിളവെടുത്തു അല്ലേ? ആദ്യത്തെ താത്തായിക്ക് 300 രൂപ 2 ബെഡിൽ നിന്ന് ലാഭം കിട്ടി. റസിയായിക്ക് നമ്മൾ നാളെ പറിക്കണം. നമ്മൾ പറിക്കട്ടെ. പറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയണം. നമുക്ക് തരുമോ അതോ അല്ലേ? എന്തെങ്കിലും പറയാൻ നമുക്ക് യോജിക്കുന്നു. ആദ്യത്തെ വളർപ്പ് ആദ്യം ഞാനൊന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കറി വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ സെയിൽ ചെയ്താൽ മതിയല്ലോ. ആ അപ്പൊ നമ്മള് ചിപ്പിക്കൂട് പഠനം കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം. സംശയത്തിന് സമയം തരാം. നമുക്ക് നമ്മളിപ്പോ ഒരു 1:30 കൂടി നമ്മളിത് നിർത്തി ഭക്ഷണം കഴിച്ച് നമുക്ക് ബിരിയാണോ അതല്ലേ നമുക്ക് ഇതല്ലേ അങ്ങനെ മതി. അപ്പൊ നമുക്കേ ഇനിയും ക്ലാസ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും പഠിക്കാനുള്ള എന്നാന്ന് പറഞ്ഞ് അല്ല വേറെ വളമൊന്നും ചെയ്യാറില്ലല്ലോ. വളമൊന്നും ചെയ്യാറില്ല. അല്ല ഇനി പാൽക്കൂടിന്റെ കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് സംശയം നിർത്താൻ പറ്റും. ഓക്കെ അത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു അതായത് നമ്മള് 1 ലിറ്റർ 2 ലിറ്റർ കൊടുക്കുന്ന ഇത് കിട്ടുമല്ലോ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പ്രേ അതിങ്ങനെ ഇത് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലേ നമുക്ക് സൗകര്യം. അല്ലാതെ നമ്മൾ ഒരു പാത്രത്തിന് കൊണ്ട് പോരാൻ പറ്റുമോ? ഈ സാധാരണ പച്ചവെള്ളം പോലെ ഒന്നും പറഞ്ഞു കൊടുക്കേ. ഈ വെള്ളം സാധാ വെള്ളം പോരെ. അതായത് സാധാ വെള്ളം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു എന്ത് കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ നല്ല വെള്ളമായിരിക്കണം. ശുദ്ധമായ വെള്ളം വെള്ളമായിരിക്കണം. എന്ത് കാര്യം നമുക്ക് ചെയ്യാം. പക്ഷെ അതിനകത്തും നമുക്ക് ഡ്രോബാക്ക് അത് മുഴുവൻ നമുക്ക് ഉപയോഗവും ഗുണവുമാകണമെങ്കിൽ എല്ലാം ശുദ്ധമായെങ്കിൽ വേണ്ടല്ലോ. അപ്പൊ അവിടെ പാൽക്കൂടിന്റെ വൈക്കോലിട്ട് തിളപ്പിച്ചല്ലോ. എന്നിട്ട് അതിന് വെള്ളം ചൂടാറിയതിനു ശേഷമാണ് വൈക്കോലെടുത്ത് മാറ്റേണ്ടത്. അത് ആൾക്കാരെ മനസ്സിലായില്ലേ? അവിടെ അതായത് തണുത്തതിന് ശേഷം ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇത് നമ്മൾ പാക്ക് ചെയ്യാവൂ. ചൂടോടുകൂടി ഒന്നും ചെയ്യരുത്. തണുത്തതിന് ശേഷം മാറ്റുക വൈക്കോല്. വെള്ളം തിളപ്പിച്ച് നമുക്ക് തണുക്കുന്നതിന് മുന്നേ നമുക്ക് മാറ്റാൻ പറ്റുകയാണെന്നൊരു മാറ്റാം. പക്ഷെ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് കംപ്ലീറ്റ് തണുത്തെടുത്തിരിക്കണം പറ്റുള്ളൂ. അപ്പോൾ ചിപ്പിക്കൂട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാളെ കൃഷിയാണെന്ന് പറിക്കാൻ നമ്മളെല്ലാവരും പോകും. അപ്പോൾ ഈ പാൽക്കൂടിൻ്റെ കൃഷി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുകയാണ്. പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് സൈഡിൽ തന്നെ ഇടണമെന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ മറ്റേത് ഫുള്ളാണ്. നമുക്ക് 7-8 ലെയർ. പാൽക്കൂടിനാകുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ പകുതി 2 ലെയർ അല്ലെങ്കിൽ 3 ലെയർ. ആദ്യത്തെ ലെയറിൽ ഇട്ടതിന് ശേഷം മുകളിൽ വിതറുക ഇതേ അളവ്. രണ്ടാമത്തേതിന് മുകളിൽ വിതറുക. മൂന്നാമത്തേതിന് മുകളിൽ വിതറുക. മുകളിൽ വിതറിയതിന് ശേഷം അമർത്തി കെട്ടിവെക്കുക. അപ്പൊ 3 വരെ ഉണ്ടാവുമല്ലോ. അത് വളരെ മതി മാക്സിമം. അപ്പൊ ഇതിന്റെ തിക്നെസ് കൂടുന്നുണ്ടോ ലെയറിന്റെ? ഇല്ല, സെയിം. സെയിം.
ഇത് ചെയ്യുമ്പോൾ ഓട് അതേപോലെ തന്നെ കൃഷി ഇതേപോലെ തന്നെ കെട്ടി നമ്മൾ ഹോളിട്ടു. ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് ഫുള്ളായിട്ട് മൈസീലിയം. ഇത് 15-20 ദിവസം കഴിഞ്ഞിട്ട് ഇതാണ് മൈസീലിയം എന്ന് പറയുന്നത്. അതായത് ഈ വിത്ത് ഇത് കുറെ കൂടെ വരാനുണ്ട്. ഇത് ഫുള്ളാകും. ഫുള്ളായിട്ട് ഇത് നല്ല സാറിപ്പ് ഇങ്ങനെ കെട്ടിവെച്ച് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇത് ഫുള്ളായിട്ട് ഇതാക്കി കെട്ടുന്നത്? അല്ലല്ല, ഇത് പിന്നെ പാൽക്കൂണ്ടിൻ്റെയാണ്. പാൽക്കൂണ്ട് ഇത്രയേ ആകാവൂ. പാൽക്കൂണ്ടിൻ്റെത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയേ ആകാവൂ. മറ്റേത് ഫുള്ളായി. അതെന്തിനാന്ന് പറഞ്ഞുതരാം. എത്ര ലെയറുണ്ട്? 3 ഉള്ളൂ. ഇത് 3 ലെയറേ ഉള്ളൂ. അപ്പൊ ഈ 3 ലെയർ നമ്മൾ വളർന്ന് ഫുള്ള് കഴിച്ചതിന് ശേഷം നമ്മളിത് പൊട്ടിക്കും. പൊട്ടിച്ച് എടുക്കുന്നു. പൊട്ടിച്ചെടുത്തല്ലോ. പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം കേസിങ് ചെയ്യണം. കേസിങ് അതാണ് പാൽക്കൂടിന്റെ വ്യത്യാസം. കേസിങ് എന്ന് പറയുമ്പോൾ നല്ല മണല്, നല്ല മണ്ണ്, പിന്നെ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി, നല്ല ഉണങ്ങിയ ചാണകപ്പൊടി. അതല്ലെങ്കിൽ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്ന വേറെ ഇതുണ്ടല്ലോ, ചകിരിച്ചോറ് നമ്മൾ വേറെ രീതിയിലാക്കിയിട്ട് വേർക്കത്തിന് പോലെ നമ്മൾ വളം കൊടുക്കുന്ന ഒരു സംഘടനല്ലോ, ജൈവം ജൈവം പൗഡർ പോലുള്ള കമ്പോസ്റ്റ് കേട്ടോ. അറിയാവുന്ന എല്ലാവർക്കും കമ്പോസ്റ്റ് അറിയില്ലേ? അപ്പോൾ ചാണകമോ കമ്പോസ്റ്റോ പിന്നെ മണ്ണും മണലും 1:1:1. എന്തോ ശരി അല്ലല്ല, ഇത് 3 കൂടി 1:1 നമ്മൾ എടുക്കുകയാണ്. നമ്മളൊരു പാത്രത്തിൽ എടുക്കുകയാണ്. അതായത് നമുക്കൊരു 10 ഇതിനകത്ത് നമ്മൾ കേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഇടുന്നതാണ്. അപ്പം ഈ സാധനം നമ്മൾ ആവി കയറ്റി അതായത് ഫുള്ളായിട്ട് അരമണിക്കൂറോ 1 മണിക്കൂർ നേരം ആവി കയറ്റി കഴിയുമ്പോൾ അത് സ്റ്റെറിലൈസാണ്. നമുക്ക് ചാണകം കമ്പോസ്റ്റ് കിട്ടുന്നതിന് നമുക്ക് നല്ല ചാണകം ഉണക്കി കൂട്ടിച്ചു. ഇത് 1:1 എടുത്തതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തു. അത് തണുത്തു. തണുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് കാണിച്ച് കലത്തിൽ ഇതിൻ്റെ മുകളിലേക്ക് തണുത്തതിന് ശേഷം വിളറി കൊടുത്ത് തുറന്നങ്ങനെ വെക്കുകയാണ്. തുറന്നങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ മുകളിൽ ഇത് സൈഡിലല്ലല്ലോ, ഇവിടെ ലൈറ്റ് താഴെ ഇങ്ങനെ പാൽക്കൂട് മുളച്ചു വരും. അതൊരു അത് വളർന്നു വരും. നമുക്കറിയാം 3-4 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു നല്ല വലിപ്പം വരും. അത് നമ്മൾ പഠിച്ചെടുക്കുന്നു. വീണ്ടും നമ്മൾ അതേപോലെ തന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ 3-4 പ്രാവശ്യം നമുക്കൊരു 1-1.5 മാസം കൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് അപ്പോൾ അത് തൂക്കിയിടാൻ തൂക്കിയിടാം അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് തൂക്കിയിടാം. എന്തോ അല്ല, ഇത് നമ്മൾ ഹോളൊക്കെ ഇട്ടു. തുടക്കത്തിലുണ്ട് മറ്റേ കൃഷി ഒരേപോലെയാണ് പറഞ്ഞത്. ഇത് ആക്കുന്നിടം വരെ ഇത് വളർന്നു കഴിയുന്നിടം ഇത് ഫംഗസ് ഫുള്ളായിട്ട് പിടിച്ച് കഴിയുന്നിടം വരെ ഒരേ കൃഷിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാൽക്കൂടിന് കേസിങ് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് 3-4 പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തു. ഇത് നമുക്ക് ചെയ്തോളാം. അപ്പോൾ നമുക്ക് പാൽക്കൂണ് ചിപ്പിക്കുക. ഇനിയും എല്ലാവർക്കും സംശയ നിവാരണം നിവാരണത്തിനുള്ള സമയമാണ്. അതിനെ ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരും കൂടിയുള്ള മാറ്റം പെട്ടെന്ന് നമുക്ക് അരമണിക്കൂർ നേരം അനുഭവങ്ങൾ കൂടി ഇവരുടെ അനുഭവം കൂടി നിങ്ങൾ കേൾക്കുന്നത് നല്ലതല്ലേ? തൂക്കിയിടുക എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ മേളിലെ തൂക്കിട്ടുണ്ടോ? തൂക്കിടണമല്ലോ. അല്ല ആ ഉക്ക
അല്ല ചോദിക്കുന്നത്. ഇതേതാ? നമ്മളെ കുട്ടികളെ കളത്തിൽ തൊട്ടില്ലല്ലോ, അതിനെല്ലാം മറ്റേ കയറ് കൂടിച്ചേരാതിരിക്കാനൊരു കമ്പി വെക്കുന്നുണ്ടല്ലോ, അതാണ് ചോദിക്കുന്നത്. അതായത് പറയട്ടെ, അതായത് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഉള്ളിയെ പറഞ്ഞു, ഈ ഉള്ളി സ്ഥാപിക്കേണ്ടതും ഇതെല്ലാം നമ്മൾ സ്വതസിദ്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ? ലേഡീസ് പറഞ്ഞു കൊടുക്കേ. പക്ഷെ അതല്ലേ ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണമല്ലോ എന്ന് ചോദിച്ചു. എല്ലാം നമ്മൾ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണ്ട, പക്ഷെ അതെന്ത് ചെയ്യണം? വയറുകളാണ് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഒരു ചെറിയ ഡെറ്റോൾ നമ്മുടെ പരിസരവും റൂം നമ്മൾ ശുദ്ധമാണല്ലോ, നമ്മൾ അതിനകത്തേക്ക് ആരെയും കയറ്റത്തില്ല. നമ്മൾ ഈ വക കൃഷി ചെയ്യുന്നവർ മാത്രമാണ് ഇതിനകത്തൂടെ തൂക്കുന്നതും ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതും. പറിക്കാൻ പോകുന്നതും എല്ലാം പുറത്തോട്ട് വന്ന ആൾക്കാരല്ല, ഇത് ചെയ്തവർ മാത്രം. അല്ല, ഇത് ബൾക്കായിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ടെറസിൽ ഇപ്പം നമ്മളുടെ ഈ ഇത് മുഴുവൻ ഹോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഇതിന് വേണ്ടി. അതിന് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അതിപ്പോ റബ്ബർ വെട്ടെല്ലാം നിർത്തി പുകക്കൂടുണ്ടല്ലോ, അതില് ചെയ്യാൻ കഴിയും. ഈ കുറി കെട്ടാനുള്ള സമയത്ത് റബ്ബർ പോക്കുന്ന കൂടുണ്ട്. ഏതായാലും കുഴപ്പമില്ല, വൃത്തിയായാൽ മതി. സംരക്ഷിക്കാൻ കഴിയും.